ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നോമ്പൊക്കെ വരികയല്ലേ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിരിച്ച് നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ ഓൺലൈൻ പർച്ചേസാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു പാത്രം ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 600 ആ ഒരു സംതിങ് റേഞ്ച് വരുന്നൊരു പാത്രമാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ്. അത്യാവശ്യം നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു അത്. പിന്നെ ഇത് വന്നത് 365 രൂപ അങ്ങനെ ആ ഒരു റേറ്റ് കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ അത്ര ഫിനിഷിങ് അല്ലായിരുന്നു, ചെറിയൊരു പൊട്ടലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് പാത്രങ്ങൾ, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോമ്പ് വരില്ല, അപ്പോൾ എല്ലായിടത്തും ഒന്നും ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ ഒരു ക്ലീനിങ് ഉള്ളതാണ്. നമ്മൾ ഈ മുകളിലോട്ടൊക്കെ ഒന്ന് അധികം പോകാത്തതുകൊണ്ടേ അവിടെ അങ്ങനെ അടിച്ചു വരലൊന്നും ഇല്ല. വല്ലപ്പോഴും ഒരിക്കൽ മാത്രം കയറിയിട്ടാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു മാസമൊക്കെ 1-2 മാസം കൂടുന്ന സമയത്താണ് ഞാൻ കയറി ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റേത് ഇപ്പം അത്യാവശ്യം മഴ ഒന്നുമില്ല, നല്ല പൊടിയും കാറ്റൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചവർക്കൊന്ന് തൂത്തൊന്ന് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ നന്നായിട്ടതൊന്ന് ലിക്വിഡൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കുറച്ചൊന്ന് കൂടുതൽ ടൈം എടുത്തിട്ട് തന്നെയാണ്, കുറേ വെള്ളമൊക്കെ ചിലവാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ സിറ്റൗട്ട് മുകളിലായിരുന്നാലും താഴെ ആയിരുന്നാലും എപ്പോഴും ഞാൻ കഴുകി ഇറക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തുടയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, കാരണം അത്രയ്ക്ക് പൊടി കാണും. അത് നമ്മൾ തുടച്ച് വെറുതെ മോപ്പത്തിന് ചീത്താക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കഴുകി ഇറക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 ദിവസത്തെ ഫുൾ ഒരു ക്ലീനിങ് വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണേ. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ ആ മുകളിലത്തെ ഒരു ഫ്ലോർ മൊത്തത്തിൽ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടെന്ന് അതൊക്കെ ഞാൻ ഒന്ന് തൂത്ത് പിന്നെ വേഗം വെച്ചിക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതുള്ളതുകൊണ്ടൊരു വലിയൊരു ഉപയോഗമാണ് കേട്ടോ, ഭയങ്കര ഉപകാരമാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരുവിധം എൻ്റെ ജോലി നല്ലോണം നല്ല രീതിയിൽ എളുപ്പമാക്കി തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. പിന്നെ മോളും കൂടെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനും മോളും കൂടെ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് എല്ലായിടം ഒന്ന് നന്നായിട്ടൊന്ന് തൂത്തും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉച്ചത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ മുകളിലോട്ട് കയറിയിട്ടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നത് തന്നെ. അപ്പം ഒരു വൈകിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ടും അവിടെ വെച്ച് അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ കേട്ടോ പിന്നെ തുടപ്പൊക്കെ പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോ എടുത്ത് തരാനായിട്ട് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങ് വിശദീകരിച്ച് വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് എടുത്ത് പോയതുണ്ടായിരുന്നു കേട്ടോ. മുകളിലൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയത്. പിന്നെ താഴെ വന്ന സമയത്ത് വീട് മൊത്തത്തിലങ്ങ് മറിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പറക്കണമായിരുന്നു. പിന്നെ ഓരോ ഭാഗം വീതം പിന്നെ വാക്വം വെച്ച് ഒന്ന് റെഡിയാക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നന്നായിട്ടൊരു 3-4 തവണ ഒന്ന് മോപ്പ് ചെയ്തെടുക്കും കേട്ടോ. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് മോപ്പ് ചെയ്യുന്നത്, അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നന്നായിട്ട് താഴെ ഫ്ലോറും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ പുറത്തൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഹാർപ്പിക്കോ അല്ലെങ്കിൽ സർഫോ എന്തെങ്കിലും ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ. ഇപ്പം പണ്ടത്തെ പോലെ അങ്ങനെ മനസ്സെത്തുന്നുണ്ട്, പക്ഷേ ശരീരം എത്തുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. മനസ്സിലിപ്പം മൊത്തത്തിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. കുറച്ചൊക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറ്റുന്ന വിധത്തിൽ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് വീട്. കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ പുറത്തോട്ടൊന്ന് ആക്കിയിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചിങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായത് ഡൈനിങ് ടേബിളിലുള്ള ആ ഒരു ചെയറും അങ്ങനെയുള്ള സംഭവമൊക്കെ. പിന്നെ കുറേ തുണികൾ കഴുകാനും അതൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമല്ല, എല്ലാ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ക്ലീനിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വ്ളോഗാണ് ഈ ഒരു വീഡിയോയും. വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ അതിന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.